ഹലോ നമസ്കാരം സുഖമല്ലേ എല്ലാവർക്കും ഞാനും സുഖമായിരിക്കണം കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ മന്തി ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഒരു മധുരമുള്ള മുളക് ചമ്മന്തി കഴിക്കാറുണ്ട് അല്ലേ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 എണ്ണം വരെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് ഇച്ചിരി കുറവായിരിക്കും, നല്ല കളറും കിട്ടും നമ്മുടെ ചമ്മന്തിക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുത്തോളൂ കേട്ടോ. എന്നുവെച്ചാൽ എണ്ണ ഇത്ര എടുക്കണ്ട, അതിനനുസരിച്ചിട്ട് ഒരു 6 7 എണ്ണൊക്കെ എടുത്താൽ മതി മുളക്. അപ്പോൾ ഈ മുളക് നന്നായി തന്നെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് നല്ലൊരു മണവും പിന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ എണ്ണ ഒട്ടും കൂടുതലല്ല കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചുമന്നുള്ളിയാണ് വേണ്ടത്. ഒരു 20ഓളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചുമന്നുള്ളി നന്നാക്കി എടുക്കാൻ മടിയുണ്ടെന്ന് വെച്ചാൽ സവാള ചേർത്താലും മതി. ഒരു മീഡിയം സൈസ് സവാള എടുത്താൽ മതി കേട്ടോ. നമ്മൾ ചുമന്നുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്, വലിയ ഉള്ളികളൊക്കെ. പിന്നെ ഒരു 2 വെളുത്തുള്ളി, 2 മാത്രം ചേർത്താൽ മതിയേ, കൂടി പോകരുത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. മൊരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. നമ്മുടെ ചുമന്നുള്ളി ഒന്ന് നല്ല സോഫ്റ്റായിട്ട് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണ കളയണ്ട. നമുക്ക് ഏറ്റവും അവസാനം ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മതി. നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മുളകും ചൂടാറി വന്നിട്ടുണ്ട്, ഉള്ളിയും ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ചേർത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുളക് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി അരയ്ക്കണ സമയത്ത് ചിലപ്പോൾ മുളക് നന്നായിട്ട് അരഞ്ഞു കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം മുളക് ചേർത്ത് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്, നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാം. പുളിക്ക് ആവശ്യമായിട്ട് ഒരു കുഞ്ഞു കഷ്ണം പുളി നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ചേർക്കാനുണ്ട് നമുക്ക്, അതുകൊണ്ടാണ് പുളി ഇത്രയ്ക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ഈത്തപ്പഴമാണ് ചേർത്തിരിക്കുന്നത്, ഡേറ്റ്സ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് ഇല്ലയെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കഷ്ണം ശർക്കര ചേർത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്, 2 എണ്ണം കുരു കളഞ്ഞ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ചേർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് പുളി പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടിയും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണേ. ഞാനപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. വിനീഗർ നമ്മൾ ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ പുളി അത്രയും കുറവിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ആ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അത് കളയാതെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള നമ്മളുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളി കോംബോ തന്നെയാണ് കേട്ടോ. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത്.